ചിക്കൻ വാഷ് ചെയ്യണം ഗൈസ്. ആദ്യം നമ്മൾ സവാള അരിയണം, കുനുകുനെ അരിയണം. സവാള ഗിരിഗിരി പോലെ അരിയണം. കാണിച്ചു തരാം. സവാള അരിയണം, അരിഞ്ഞിട്ട് കാണിച്ചു തരാം. 5 ചിക്കൻ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ കാര്യം പറയട്ടെ, ഇതിന് ഫുള്ള് എല്ല നമ്മളെ പറ്റിച്ച് ഗൈസ്. എല്ലുള്ള ചിക്കൻ, ബോൺലെസ് ചിക്കൻ വാങ്ങുന്നത് ഭാഗ്യം ബോൺലെസ്. നമ്മൾ കുറേ റൈസ് ഇടും ഗൈസ്, എന്നിട്ട് കുറേ ബിരിയാണി ഉണ്ടാക്കും. ഇതിന് 9 ബിരിയാണി ഉണ്ട്. 9 ബിരിയാണി ഉണ്ട്. നാളെ കൊണ്ട് തീർക്കും. നാളെ ഓഫീസിൽ പോകണം ഗൈസ്. 5-ന് ഓഫീസിൽ പോകണം ഗൈസ്. എന്റെ ലാസ്റ്റ് ഡേ ഓഫ് ദ ഇയർ. 5-ന് നാളെ മാത്രം പോയാൽ മതി. എനിക്ക് നാളെ മാത്രം പോയാൽ പോരാ. ഇതെന്താ എന്റെ വായിന്റെ ഇവിടെ സാധനം വരുന്നത്? ഞാൻ ഇങ്ങനെ ജീവനുള്ള ഉള്ളി ഗൈസ്. ഈ ജീവനുള്ള ഉള്ളി നമ്മൾ ഇങ്ങനെ കൊല്ലും. ഹാപ്പി വെഡിങ് ആനിവേഴ്സറി സാന്തു ആൻഡ് സാരംഗ്. സാന്തു ആൻഡ് സാരംഗ് ഹാപ്പി വെഡിങ് ആനിവേഴ്സറി. ഇവരെ ക്രിസ്മസ്. ഹാപ്പി ക്രിസ്മസ് ഗൈസ്. സാന്തിന്റെയും സാരംഗിന്റെയും കല്യാണത്തിന് ഇവിടെ വന്നില്ല. എന്റെ താല്പര്യമൊന്നുമില്ല അവരെ കല്യാണം കാണാൻ വേണ്ടി. ഞാൻ ഇത് അപ്ലോഡ് ചെയ്യും, കാണട്ടെ, എല്ലാവരും കാണട്ടെ. വിചാരിക്കും ഞാനാണ് ഏറ്റവും വലിയ ക്ലംസി പേഴ്സൺ. അല്ല, ഇവളാണ്. ഇവിടെ അരി കഴുകാനെടുത്ത കുക്കറില് ചിക്കൻ ഇട്ടു. എനിക്ക് യൂട്യൂബ് ചാനൽ തുടങ്ങാൻ ഭയങ്കര ആഗ്രഹമുണ്ട്. 5 എനിക്ക് സപ്പോർട്ടാ. എന്താ വെച്ചാല് നമ്മൾ എന്തായാലും ജോലി ചെയ്ത് രക്ഷപ്പെടാൻ പോകുന്നില്ല. നമുക്ക് ഉറപ്പാ. ഒന്നെങ്കിൽ നമ്മുടെ മഷ്റൂം ബിസിനസ്. അത് പുറത്ത് പറയാൻ അറിഞ്ഞോട്ടെ, ഫോളോവേഴ്സ് അല്ലേ, അത് നമ്മളെ നിങ്ങളുടെ വ്യൂവേഴ്സ് ആയതുകൊണ്ട് നിങ്ങൾ കേട്ടോ. അതൊന്ന്, അല്ലെങ്കിൽ യൂട്യൂബ് ചാനൽ. ഇത് രണ്ടും ഞങ്ങളുടെ മുന്നിൽ ഓപ്ഷൻ ഉള്ളൂ. നമ്മൾ മരിക്കൂലായിരിക്കും അല്ലേ? മരിക്കാനുള്ള ബുദ്ധിമുട്ട് എനിക്കില്ല. എനിക്ക് കുറെ പ്ലാൻ ഉണ്ടായിരുന്നു, മറ്റേ എന്താ പെട്ടി ഉണ്ടാക്കിയെന്നൊക്കെ. പക്ഷെ നമ്മൾക്ക് അതിനും കഴിവുള്ളത് തോന്നില്ല. അല്ലെങ്കിൽ പിന്നെ വൈറലാവണം. വൈറലാകാൻ നിങ്ങൾക്ക് ഞങ്ങളെ സഹായിക്കണം. നിങ്ങൾ സഹായിക്കണം. നിങ്ങൾ വൈറലാവാൻ. കൊതുക് ശല്യമുണ്ട്. നമ്മളെ സാന്ത്വനെ സാരംഗിനെ മിസ് ചെയ്തിട്ടുണ്ട്. സോ വീഡിയോസ് മാലിനിക്ക് ഈഗോ അടിക്കാൻ ചാൻസ് ഉണ്ട്. ആണോ ഫസ്റ്റ് കഴിഞ്ഞത്? മാലിനിക്ക് ബിലേറ്റഡ് ഹാപ്പി വെഡിങ് ആയി. മാലിനി ആൻഡ് അജയ് എന്ന ഇൻട്രോവേർട്ട് കപ്പിളുടെ ഞങ്ങൾ പഠിക്കുന്നു. അജയ് മാലിനിനെ ഇൻട്രോവേർട്ട് ആക്കി. അതെ, അല്ല, തിരിച്ചാണോ? അല്ല അല്ല, അജയ് ആണ്. മാലിനി വെറും കാട്ടൻ സ്വഭാവമുള്ള പെണ്ണല്ലേ. മാലിനിയെ കൂതറി ലോകത്തിലല്ലേ ഇപ്പോഴും നന്നായി. അത് ഞങ്ങൾക്ക് വലിയ പകൽമാനിയൊക്കെ കഴിക്കുന്നുണ്ട്. പക്ഷെ അവൾ അങ്ങനെയല്ല. അവൾ അങ്ങനെ ആരെങ്കിലും എവിടെയെങ്കിലും മാനിനെ കണ്ട അവൾ അങ്ങനെയല്ല. അവൾ അങ്ങനെയല്ല. അവള് വെറും നിങ്ങൾക്ക് സംശയം ഉണ്ടാവും ഞാൻ ആരാണ്. അതുകൊണ്ട് ഞാൻ എന്നെ പരിചയപ്പെട്ട ഞാൻ അലേഹ, ഞാൻ അഞ്ജു. ഞങ്ങൾ സ്കൂൾ തൊട്ട് ഒരുമിച്ചാണ്. ഇവൾ അപ്പുറത്തെ ക്ലാസ്സിലായിരുന്നു, ഞാൻ ഇപ്പഴത്തെ ക്ലാസ്സിൽ. ആക്ച്വലി ഇവളുടെ ഫാദറും എന്റെ ഫാദറും ഭയങ്കര ഫ്രണ്ട്സ്. വന്നപ്പോ ഇവിടെ വെറും ജാടത്തിന്റെ ഇവിടെ ഇങ്ങനെ കുങ്കുമം കിട്ടി. അത് ചന്ദനായിരുന്നു ഗൈസ്. സ്കൂളിൽ ഇമാജിൻ ഇങ്ങനെ ഗോപിക്കുറി വെച്ചിട്ട് ഷോളൊക്കെ ഇങ്ങനെ 2 സൈഡ്. ഫസ്റ്റ് വീക്ക് ഫുള്ള് ചുരിദാറ് ഗോപിക്കുറി സെറ്റപ്പിന് വന്നതാ. ഇഷ്ടപ്പെട്ടില്ല. ഇങ്ങനെ വരും കുളിക്കാറില്ല ഗൈസ്. ഫസ്റ്റ് വീക്ക്. സെക്കൻഡ് വീക്ക് തൊട്ട് ഇവിടെ ഭയങ്കര മോഡേൺ. അവിടുത്തെ ഇവിടെ ബോയ്സിനോട് മാത്രമേ സംസാരിക്കുള്ളൂ. എന്റെ ക്ലാസ്സിൽ ബോയ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എനിക്കറിയാം. ഒരു ആയിട്ടാണ് ഇവിടെ കമ്പനി ഉണ്ടായത്. അപ്പൊ ഞാൻ ഇവിടെ ജഡ്ജ് ചെയ്യൂലേ? നിങ്ങൾ പറ, ഞാൻ ഇവിടെ ജഡ്ജ് ചെയ്യൂലേ? കണ്ട കൊലപാതകങ്ങളെ മൊത്തം. എന്നിട്ടൊക്കെ പക്ഷെ ഇവിടെ ഹിന്ദി ക്ലാസ്, ഇവിടെ CS ഞാൻ പറയൂല. ഹിന്ദി ക്ലാസ്സിന് ഇവര് കുറ്റി പറിച്ചാലും കൂടെ നമ്മുടെ ക്ലാസ്സിലേക്ക് വരും. എനിക്ക് തീരെ താല്പര്യം ഉണ്ടായില്ല. പിന്നെ അയാൾ അങ്ങനെ പറഞ്ഞപ്പോ ഞാൻ എന്താ പറയാ, അങ്ങനെയാണ് ഞങ്ങൾ കണ്ടുമുട്ടിയത്. അതെ, ഞങ്ങൾ പഠിക്കണം എന്ന് ആഗ്രഹം ഉണ്ടായതുകൊണ്ട് മാത്രമേ ഇവിടെ ക്ലാസ്സിലേക്ക് ഞാൻ പോയിട്ടുള്ളൂ. അല്ലെങ്കിൽ എനിക്ക്
ഇവളും ഉണ്ണിമായ മനോഹർ. ഉണ്ണിമായ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് കമന്റ് ബിലോ. ഉണ്ണിമായ ഇപ്പൊ എവിടെയായിരുന്നു? UK. ഉണ്ണി ഇപ്പൊ UK-ലാണ്. എന്റെ ഫ്രണ്ട്സ് ഒക്കെ അങ്ങ് UK-ലാക്കി. ഇവിടെ ഫ്രണ്ട്സ് ഒക്കെ പറ്റിയത് അങ്ങനെയാണ് അവിടെ. അങ്ങനെയാണ് നിങ്ങൾ ഫ്രണ്ട്സ് ആയത്. ഇവിടെ ഞങ്ങളെ അന്ന് തൊട്ട് ഇവിടെ എന്റെ തലയിൽ 10 വർഷമായി. അന്ന് തൊട്ട് ഇത് ഒഴിഞ്ഞു പോയിട്ടില്ല. കോളേജിൽ ചേർന്നു CS-ന്. ഇവരുടെ സെയിം ക്ലാസ്സില് മാലിനി, ഇവള്, അനുബിന്ദ, മാളു, സാന്തു എല്ലാ ക്ലാസ്സിലല്ലേ. ഞാനും ആ ക്ലാസ്സിൽ ആവേണ്ട ആളായിരുന്നു. അപ്പൊ എന്റെ നാച്ചുറൽ റിസൾട്ട് വന്നപ്പോ ഞാൻ എന്തോ ഭാഗ്യത്തിന് അവിടുന്ന് പോയി. ഞങ്ങളുടെ ഭാഗ്യത്തിന് ഞാൻ അവിടുന്ന് കാലം വരെ മലപ്പുറം എത്തി. അത് വേറെ ദുരന്ത സ്റ്റോറി. അങ്ങനെയാണ് ഉണ്ടപ്പം വഴി ഞാൻ ഇവിടെ അറിഞ്ഞു. ഞാൻ വഴി ഇവിടെ മാലിനെ അറിഞ്ഞു, മാളുവിനെ അറിഞ്ഞു, അനുവിന്ദനെ അറിഞ്ഞു, സാന്തുവിനെ അറിഞ്ഞു. മാളു വഴി വേറെ ഫ്രണ്ട്സിനെ അറിഞ്ഞു, അവര് വഴി വേറെ ഫ്രണ്ട്സിനെ അറിഞ്ഞു. അത് വേറെ യൂണിവേഴ്സ് ആണ് ഗൈസ്. അതങ്ങനെ അങ്ങനെ കുറെ ഫ്രണ്ട്സിനെ കിട്ടാൻ കാരണമായിരുന്നു എന്റെ ഫ്രണ്ട്ഷിപ്പ്. 5 ഒരു ഇൻവൈറ്റർ ആണ് ഗൈസ്. അതുകൊണ്ട് എനിക്ക് അങ്ങനെ കൂടുതൽ ഫ്രണ്ട്സിനൊന്നും പരിചയപ്പെടാം. പ്രത്യേകിച്ച് ഇവിടെ ഫ്രണ്ട്സിന് പരിചയപ്പെടാൻ താല്പര്യമില്ല. 5 കണ്ണ് കാണൂല. ബസ്സിന് കാണുമ്പോ ഇങ്ങനെ നിൽക്കും. എന്റെ മോൾ എന്താ എഴുതി നോക്കും. ഇങ്ങനെ കണ്ണ് കാണുന്ന വെച്ചാല് എന്റെ പവർ കുറച്ച് 1.3 അത്രേ ഉള്ളൂ. അതിനവിടെ കണ്ണ് കാണൂല. കണ്ണ് കാണാതെ പിന്നെ ഞാൻ പിന്നെന്താ ദൃഷ്ടദ്യുമ്നൻ എന്ന് വിളിക്കണം. അത് ലെയിം ജോക്ക് ആയിപ്പോയി. അത് ഭയങ്കര ലെയിം ആയിപ്പോയി. നമ്മുടെ മുഖം ഐഡന്റിഫൈ ചെയ്യും. ഞാൻ അത്ര സുന്ദരിയായതുകൊണ്ട് എന്നെ അങ്ങനെ ആക്കണ്ടെന്ന് സ്നാപ്ചാറ്റിൽ തോന്നിയിട്ടുണ്ടോ. ഞങ്ങൾ ഇതൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. ഇവിടുന്ന് സൈഡിൽ നിന്ന് നിങ്ങൾ ഞങ്ങളുടെ മുഖം മാത്രം കാണും. പക്ഷെ നല്ല പണിയെടുക്കും. കിച്ചൺ അത്ര വൃത്തിയില്ലാത്തതുകൊണ്ടാണ് ഞങ്ങൾ. കിച്ചൺ വൃത്തിയില്ല. അതിന്റെ റീസൺ നമുക്ക് പച്ചക്ക് പറയാൻ പറ്റില്ല. കാരണം അതിന്റെ റീസൺ അപ്പുറത്ത് റൂമിൽ കിടന്ന് ഉറങ്ങുന്നുണ്ട്. സോറി. ആ കുട്ടി വീഡിയോ കാണുന്നുണ്ടെങ്കിൽ എന്തിനാ സോറി? നമ്മളെന്തിനാ സോറി പറയുന്നത്? നമ്മൾ സോറി നമ്മളെ കുന്നോട് ആഗ്രഹിച്ചാല് കുന്നിക്കൂടെ കിട്ടും. ഞാൻ പണ്ടൊരു വ്ളോഗ് ചെയ്തായിരുന്നു ചിക്കൻ ഇത് ഉണ്ടാക്കുന്നത്. നിങ്ങൾ അത് പോയി കാണാം റെസിപ്പി അറിയണമെങ്കിൽ. ഇപ്പൊ ഞങ്ങളുടെ മുഖം മാത്രമാണ്. എനിക്ക് മിക്സി വേണം. ആ ചെറുപ്പല്ലേ പേസ്റ്റ് ഒക്കെ പോണ്. ഗാർലിക്, ടൊമാറ്റോ, ഗ്രീൻ ചില്ലി, കറി, ഇച്ചിരി സവാള. സവാള അല്ല, ഈ സവാള ഉള്ളി തമ്മിൽ വ്യത്യാസം ഉണ്ടോ? സവാള എന്ന് പറഞ്ഞാൽ വലുതാണ്, ഉള്ളി എന്ന് പറഞ്ഞാൽ ചെറുതാണ്. അപ്പൊ ചെറുള്ളിക്കാണ് ഉള്ളി എന്ന് പറയുന്നത്. മറ്റേതാണ് നമ്മൾ സവാള പറയുന്നത്. ഇത് ഉള്ളിയാ. അതൽക്കാലം അങ്ങനെ പറഞ്ഞത്. ഇതിനൊരു പച്ച കളർ കുറവില്ലേ? നീ കുറെ സമയം അരി വെള്ള കളർ തോന്നി. നമ്മൾ ലൈഫിൽ കുറെ ഇഞ്ചികളെ കാണും. നമ്മൾ വെറും മടിയന്മാരാണ്. വീക്കെൻഡ് കിട്ടേ കിടന്നുറങ്ങും. 12:58. ഇപ്പോഴും നമ്മള് അരി കഴുകിക്കൊണ്ടിരിക്കുകയാണ്. അത് പറയണ്ട. നമ്മൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്താല് ആൾക്കാരെ നമ്മൾ ഇഷ്ടപ്പെട്ട് ഇൻസ്പയർ ആയിട്ട് നമ്മൾ ഭയങ്കര ആൾക്കാരാണ്. നമ്മളെ ലേസി ആൾക്കാരെന്ന് പറഞ്ഞാല് സമയം 8 മണിയായതുള്ളൂ. രാവിലെ 8 മണിക്ക് എഴുന്നേറ്റിട്ടാണ് ഞങ്ങൾ ബിരിയാണി വെക്കുന്നത്. നിങ്ങൾ രാവിലെ എത്ര മണിക്ക് എഴുന്നേക്കും? പ്ലീസ് കമന്റ് ബിലോ. എന്റെ വീട്ടുകാർക്ക് ഇവളുടെ വീട്ടുകാർക്കും എല്ലാവർക്കും നമ്മുടെ കുക്കിങ്ങിനെ പറ്റി ഭയങ്കര പുച്ഛ അഭിപ്രായമാണ്. പക്ഷെ ഇന്ന് നമ്മളതൊക്കെ മാറ്റി കുറിക്കും. പക്ഷെ നമ്മൾ അത്യാവശ്യം നല്ല ഷെഫ്സാണ്. നല്ല ടേസ്റ്റ് ഉണ്ട്. നമ്മൾ എന്തിനാ കഴിക്കുന്നുണ്ട്. ആര് പറഞ്ഞില്ലെങ്കിൽ നമ്മൾ നമ്മുടെ ടേസ്റ്റ് ബഡ്സിന് അനുസരിച്ചിട്ടാണ് കുക്ക് ചെയ്യുന്നത്. അവരുടെ ടേസ്റ്റ് ബഡ്സ് ഡിഫറെന്റ് ആയിരിക്കും. അത് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പ്യുവർ അങ്ങനെയാണ് ഉണ്ടായത്. ദൈവമല്ല, ആരോ മനുഷ്യന്മാരെ ഉണ്ടാക്കിയില്ലേ? ആരാ മനുഷ്യന്മാരുണ്ടാക്കി? അമ്മയും അച്ഛനും മനുഷ്യന്മാരുണ്ടാക്കിയത് ഡിഫറെന്റ് ആയിട്ടാണ്. ചെടുക്കാൻ പോവാണ്. ഇത് എന്നിട്ടും ഇതും തൈരും കൂടി തൈര് വെക്കണ്ടേ? പച്ചക്കളർ വന്നില്ല. തക്കാളി ഇട്ടടിച്ചവിടെ പച്ചക്കളർ വരിക. ഇത്രയും ഉള്ളിവക്കൊക്കെ ബുദ്ധി. മുളക് പൊടി എത്ര ഇടണം? ഇത് നമ്മൾ മസാലയുടെ ഒരു സ്പൂൺ ഇട്ടാൽ മതി. ഓക്കെ. അത് നിങ്ങൾ
കാശ്മീരി ചില്ലി പൗഡർ ആണെങ്കിൽ 2 സ്പൂൺ ഇടുക. കാശ്മീരി അല്ലാത്ത ചില്ലി പൗഡർ ആണെങ്കിൽ 1 സ്പൂൺ ഇടുക. കാരണം അല്ലാത്ത ചില്ലി പൗഡർ ഭയങ്കര എരിവാണ്. എനിക്കും നിങ്ങൾക്കും എരിവ് പറ്റില്ല. ഇവർക്കൊന്നും പറ്റില്ല. ഇവർക്ക് കുരുമുളക് വേണം. എനിക്ക് കുരുമുളക് പറ്റും, പക്ഷെ എരിവ് പറ്റില്ല. പക്ഷെ കുരുമുളകിന് എരിവുണ്ടല്ലോ. അതേതാ മഞ്ഞൾപ്പൊടി 1 ടീസ്പൂൺ. ടീസ്പൂൺ എന്ന് പറഞ്ഞാൽ ശരിക്കും ഈ സ്പൂണിന്റെ പകുതി എങ്ങനെയാണ്. ഇവിടേക്ക് ഇങ്ങനെ. പിന്നെ ദാറോസ് റിലീസായി, പക്ഷെ ഞങ്ങൾ കാണാൻ പോകുന്നില്ല. ഞങ്ങൾ കുട്ടികളല്ലാത്തോണ്ട് ഞങ്ങൾക്ക് അത്ര താല്പര്യമില്ല കാണാൻ വേണ്ടി. ദാറോസ് റിലീസ് ആയതുകൊണ്ട് ദാറോസിനും മോഹൻലാലിനും ഞങ്ങളുടെ ആശംസകൾ. ഓൾ ദി ബെസ്റ്റ് മോഹൻലാൽ സർ. ഞങ്ങൾക്ക് ആർക്കും പ്രതീക്ഷ ഞങ്ങൾക്ക് ആർക്കും ഇല്ലാത്തത് കൊണ്ട് നിന്റെ ഫാൻസ് ഒക്കെ തലക്കും. അത് ഫാൻസ് ആണ് ഇത്. ഞങ്ങൾ ലാലേട്ടൻ ഫാൻസ് ആണ്. അതെ, പക്ഷെ മമ്മൂട്ടിന്റെ ഇപ്പോഴത്തെ പടങ്ങളാണ് അയാൾ കണ്ടാലേക്ക് ഇത് മനസ്സിലാവുന്നില്ല. അയാൾ തമിഴല്ലേ? എന്റെ ഒരു ഓഫീസ് ഉണ്ട്, ഒരു നശിച്ച ഓഫീസ്. എന്റെ അതിനേക്കാൾ നശിച്ച ഓഫീസ്. ഞാൻ മാത്രമേ ഉള്ളൂ ഓഫീസിൽ. എനിക്ക് ടീം പറയാൻ പോലെ ആൾക്കാരില്ല. ഉമ്മ അഭിനയിക്കുന്നതാണ്. അവൾക്ക് ഒറ്റയ്ക്കാണ് വേണ്ടത്. അവൾ ഒറ്റയ്ക്ക് ഫുഡ് കഴിക്കും. പക്ഷെ എനിക്ക് ലസ്സി എല്ലാ ദിവസവും കൊണ്ടുതരും, പോപ്കോണും കൊണ്ടുതരും. പഴയ ഓഫീസിൽ എനിക്ക് എന്തൊക്കെയോ കൊണ്ട് മാഗി കൊണ്ടുതരും. ഇവിടുന്ന് അകത്തൊന്നും ആക്ച്വലി കടത്താൻ വേണ്ടിയിട്ട് പറ്റുന്നില്ല. അത് ചിലത് ഞാൻ വെട്ടിക്കലി മുറിച്ചു, ചിലത് ഞാൻ ഹോട്ടലിൽ മുറിച്ചു. പ്രശ്നമുണ്ടോ? ഇതിന്റെ ടേസ്റ്റ് ഒക്കെ ഉപ്പ് കൂടിയോ? കഴിഞ്ഞ പ്രാവശ്യത്തെ ബിരിയാണി സക്സസ്ഫുൾ ആയതുകൊണ്ടാണ് ഞങ്ങൾ വീണ്ടും സെയിം സാധനം ഉണ്ടാക്കാൻ തുനിഞ്ഞിറങ്ങിയത്. ഒരു 5 മണിയാകുമ്പോഴത്തേക്ക് നമ്മളാക്കും. 5 മണിയോ? ഞങ്ങൾ എങ്ങനെ ഉണ്ടാക്കിയാൽ നിങ്ങൾ മറന്നുപോയി. സാറിന് ഇപ്പൊ സ്കൂബ ഡൈവിംഗ് ചെയ്തെന്ന് പറഞ്ഞിട്ട് മെസ്സേജ് അയച്ചിട്ടുണ്ട്. പക്ഷെ വീഡിയോ കൊണ്ടുവരണം. ഞങ്ങൾക്ക് ഈ കാര്യം എന്തിനാണ് ഇപ്പൊ ഗ്രൂപ്പിലിട്ടെ? ഒരു കാര്യമില്ല, വെറുതെ പട്ടി ഷോ. സ്കൂബ ഡൈവിംഗ് ഈസ് നോട്ട് എ ബിഗ് തിങ് ഗൈസ്. നമ്മൾ ചെയ്യുന്നില്ല. പക്ഷെ നമുക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് ചെയ്യാം, പക്ഷെ നമ്മൾ ചെയ്യുന്നില്ല. ഒന്നിനും ഇൻട്രസ്റ്റ് ഇല്ല ഇതിലോട്ട്. ഞങ്ങൾ ഒരു ഇലയില്ലേ? ഈ ഇല ചിലപ്പോൾ പൊട്ടിക്കളിക്കുന്നേ. ഈ ഇല ഇടണം. ഇതിനകത്ത് കുറച്ചുണ്ട്. നല്ലിട. ഈ ഇലക്ക് വേണം, ഉള്ളിൽ വേണം. ഇത് പ്രാണികളൊക്കെ ഉണ്ടെങ്കിൽ ഞങ്ങൾ തിന്നും. ഇതാണ് ഇവിടെ കിട്ടുന്ന ഇല. എല്ലായിടത്തും കിട്ടിയത് നിങ്ങളുടെ നാട്ടിൽ കിട്ടൂല. ഞങ്ങളുടെ നാട്ടിലൊന്നും ഇടയില്ല. വെരി ഈസി. റൈസ് ഒരു സൈഡ് റെഡി ആവുന്നുണ്ട്, മറ്റേ സൈഡിൽ നമ്മൾ ചിക്കനുള്ള മസാല. ഞാൻ ഒരു കാര്യം പറയട്ടെ, അപ്പൊ ഇത് കുക്കറിലിട്ട് കൊതിക്കണ്ടേ? ഇത് കഴിഞ്ഞിട്ടാണ് ഇത് ഇടാൻ. എന്നിട്ട് മസാലയിൽ പിന്നെ മസാല ആക്കി വെക്കാതെ. ഓക്കെ. കോക്കനട്ട് ഓയിൽ ഫ്രം കേരള. സ്നാപ്ചാറ്റിന്റെ സിഒ ശ്രദ്ധിക്കണം, ഫിൽറ്റർ ഒന്നും ശരിയില്ല. അതിന് നിർത്തി വരുന്നില്ല, എന്തൊക്കെയോ വിളിച്ചിരുന്നേ. ഇത് കോക്കനട്ട് ഓയിൽ ഫ്രം കേരള. ഞങ്ങൾ കേരളത്തിൽ ഇമ്പോർട്ട് ചെയ്തതാണ്. വീട്ടിൽ പോകുമ്പോൾ എടുത്തത്. എന്നിട്ട് ഇതിന്റെ പ്രശ്നം എന്താ വെച്ചാൽ ഇത് അടുക്കള എടുക്കാൻ പറ്റില്ല. ഞാനൊന്നും പറയില്ല. ഞാൻ പറയില്ല. ഒരാള് 2 ആള് ഓക്കെ ഓക്കെ. ബാംഗ്ലൂരിലെ ക്ലൈമറ്റ് ഈസ് ടു ബാഡ്. ഞങ്ങൾ ഇനി എണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് ഇച്ചിരി ഗാർലിക്, ഒത്തിരി ഉള്ളി, ടൊമാറ്റോ, എവറിത്തിങ്, പിന്നെ ഗ്രീൻ ചില്ലി മിക്സ് ഉണ്ട്, അതൊക്കെ തട്ടിയിട്ട് മിക്സ് ചെയ്യും. കഴുകിയിട്ട് എണ്ണയിലേക്ക് ഇട്ട പൊട്ടിത്തെറിക്കും ഫോർ ഷുവർ. കഴുകാൻ റെഡി. കഴുകിക്കൊണ്ടെന്നാ
കാവ്യയുടെ കല്യാണത്തിന്റെ സദ്യന്റെ വെളുത്തുള്ളിയാണ് ഗൈസ്. ഇതിങ്ങനെ ഗുരു ഗുരു ആവുന്ന സമയത്ത് ഇങ്ങനെ സൗണ്ട് കേൾക്കുന്നുണ്ടോ? ഇതാണ് ചേട്ടനെ പോലെ ഇരിക്കുന്ന സൗണ്ട്. ചേട്ടനെ പോലെ തന്നെ ചില ഉള്ളി ഞാൻ മുറിക്കാൻ മറന്നതാണ്. ഇനി ഒരു ടിപ്പ് പറഞ്ഞുതരാം, ഒരു കിച്ചൺ ടിപ്പ്. ഓക്കെ, നമ്മൾ ഉള്ളി വഴറ്റുന്ന സമയത്ത് പൊടിയേക്ക് ഉപ്പ് ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ ഉള്ളി പെട്ടെന്ന് വഴയും. പിങ്ക് കളറാവും. പിങ്ക് അല്ല, ബ്രൗൺ കളറാവും. ഉള്ളി ഓൾറെഡി പിങ്ക് കളറാണ്, ബ്രൗൺ കളറാണ്. അത് നിങ്ങൾ ആദ്യമായിട്ടായിട്ട് കേൾക്കുന്നെങ്കിൽ പ്ലീസ് കമന്റ് ഇടുക. ഇപ്പൊ തന്നെ ഒരു ബിരിയാണിയുടെ മണം വരുന്നുണ്ട്. ഇല്ല, ഞാൻ വെറുതെ പറഞ്ഞ ഉള്ളിന്റെ വളർച്ച ബിരിയാണിയുടെ ഉള്ളി വഴഞ്ഞു വരുമ്പം അതിനിടയിൽ ഉണ്ടെങ്കിലും ഇതിൽ വഴഞ്ഞു വരുമ്പോൾ ഇതിലേക്ക് നമ്മൾ ടൊമാറ്റോ ഇടും, പിന്നെ ആ സാധനം വെക്കും. റൈസ് ഓൾമോസ്റ്റ് റെഡി ആയി. മസാല ഷോ മസാല is getting ready. Chicken is here. നമ്മൾ ഇനി ഉണ്ടാക്കാം. ലൈക്ക് റൈസ് ആയി കഴിഞ്ഞാൽ നിങ്ങൾ ആ കുക്കറിലേക്ക് ചിക്കൻ ഇട്ട് ചിക്കൻ വേവിച്ച ചിക്കൻ നിങ്ങളിങ്ങനെ ലെയർ ആക്കി വെച്ചിട്ട് ഒക്കെ കൂടി കുഴച്ച് കഴിക്കും. നിങ്ങളുടെ ന്യൂ ഇയർ പ്ലാൻസ് എന്തൊക്കെയാണെന്ന് കമന്റ് ചെയ്യുക. ആക്ച്വലി നമുക്കിപ്പോൾ പ്ലാൻസ് ഒന്നുമില്ല. സോ ബേസ്ഡ് ഓൺ യുവർ കമന്റ്സ് നമ്മൾ എന്തെങ്കിലുമൊക്കെ പ്ലാൻ ചെയ്യുന്നതായിരിക്കും. എന്നിട്ട് അതിന്റെ വീഡിയോ ഞങ്ങൾ എടുത്തിട്ട് പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. ഞാൻ രാവിലെ തൊട്ട് ഇത്ര നേരം വരെ ഒരു ആഹാരം പോലും കഴിച്ചിട്ടില്ല. ഇവിടെ വന്നോ അന്ന് തൊട്ട് ഞാൻ പട്ടിണിയാണ്. അതൊക്കെ ഇവിടെ പറയേണ്ട ആവശ്യമുണ്ടോ? ഇവള് 12 മണിക്ക്. പക്ഷെ ഞാൻ എണീറ്റിട്ടാ ഇവള് വിളിച്ചത്, അല്ലെങ്കിൽ ഇവളിപ്പോ കിടക്കുന്നുണ്ടാവും. അങ്ങനെ ഒരു ജന്മം ഇപ്പൊ എന്ത് ചെയ്യാം, എങ്ങനെ ജീവിക്കാം? ഇന്നലെ തൊട്ട് ഇവളുടെ ബോസ് മലേഷ്യക്ക് പോയി പറഞ്ഞിട്ട് ഇവളുടെ കഴിവുണ്ട്, പക്ഷെ ഉപയോഗിക്കൂല. പപ്പടം പൊടി ഉണ്ടാക്കുന്നത്. രണ്ട് പപ്പട ബാക്കിയില്ല. രണ്ടൊന്നല്ല, ഒരുപാടുണ്ട്. നമ്പർ ആക്കിക്കോ. ഇത് 30 ദിവസം ഉപയോഗിക്കാൻ പറ്റുള്ളൂ. നമ്മൾ എക്സ്ട്രാ സാധനങ്ങളൊക്കെ കഴിക്കും. ഇതുവരെ ഒന്നും പറ്റാത്തോണ്ട് അങ്ങനെ ജീവിക്കുന്നുണ്ട്. ഇതൊക്കെ പിടിക്കാം. എന്നാൽ ആദ്യം ക്യാഷ്യൊക്കെ പൊടിച്ചിട്ട് ആക്ച്വലി അബ്ബാനെ എന്നെ അഡോപ്റ്റ് ചെയ്യണം എനിക്ക് നല്ല ആഗ്രഹമുണ്ട്. അമ്മാനെ അഡോപ്റ്റ് ചെയ്യണം എനിക്ക് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ അമ്മാനിക്ക് അത്ര താല്പര്യമില്ല തോന്നുന്നു. അതുകൊണ്ട് ഞാൻ സാധനം എന്താ കുക്കിംഗ് ഒന്നും കാണിക്കട്ടെ, നമ്മളെ മാത്രം കാണിക്കത്തുള്ളൂ. എന്റെ കൈ പൊള്ളി, എന്റെ കൈ വീണ്ടും പൊള്ളി. നിങ്ങൾ അത്ര കണ്ടാ മതി. ഇതാണ് ഇങ്ങനെ വേണമെങ്കിൽ ഇങ്ങനെ വെച്ച് തന്നെ താഴെക്കണം. ഇതാണ് കാഷ്യൂ മുന്തിരി. കാഷ്യൂ മുന്തിരി ഞങ്ങൾ ഫ്രൈ ചെയ്തെടുക്കുക. ആ സെയിം ഓയിലിൽ ഞങ്ങൾ ഒരു പപ്പടം ഫ്രൈ ചെയ്യാം. ഈ എണ്ണ തൊട്ടിട ഗൈസ്, ഫുൾ ഇത് ഇതിലാണ് ഞങ്ങൾ ബിരിയാണി സെറ്റ് ചെയ്യാൻ പോകുന്നത്. മല്ലിയിലേൻ്റെ ഒരു കുറവ് ചെറുപ്പുണ്ടോ? ഓക്കെ, നമുക്ക് കറിവേപ്പില വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം.
Everything is ready. പപ്പടം ready, salad ready. ബിരിയാണി ഉണ്ടാക്കിയിട്ട് കാണാം. Bye. എല്ലാം ready ആയി guys. Lime juice ഉണ്ടാക്കുകയാണ് guys. ഇന്ന് ക്രിസ്മസ് ലൈം കഴിക്കാം. Christmas bells, jingle bells, jingle all the way. എന്താ വരാത്തെ? കാണിച്ചത്. ലൈം ജ്യൂസ് ഉണ്ടാക്കിയാണ്. ഇതാണ് ലെമൺ. ലെമൺ ആണോ ലൈം ആണോ? ലെമൺ. പണ്ടത്തെ ആൾക്കാർ ഒരു കാര്യം പറയും, ബിരിയാണി ഉണ്ടാക്കാൻ പഠിച്ചാൽ പിന്നെ നിങ്ങൾ എല്ലാം ഉണ്ടാക്കാൻ പഠിച്ചത്. അതേ ആൾക്കാരെ പറഞ്ഞത്. കഞ്ഞി, പുളിശ്ശേരി, എലിശ്ശേരി അതൊന്നും നമുക്ക് ഉണ്ടാക്കാൻ അറിയാത്തോണ്ട് കുഴപ്പമില്ല. നമുക്ക് ഉപ്പേരി ഉണ്ടാക്കാൻ നല്ല ടേസ്റ്റിലാണ്. ചോദിക്കാറുണ്ടോ? വെരി യം ഗൈസ്. നിങ്ങൾക്ക് ലൈം ജ്യൂസ് എങ്ങനെയാണ് ഇഷ്ടം? ഉപ്പിട്ടിട്ടാണോ മധുരം ഇട്ടിട്ടാണോ ഇഷ്ടം? പക്ഷെ പഞ്ചസാര ഇല്ല. എന്തുകൊണ്ട് പഞ്ചസാര ഇല്ല? അതാണ് അടുത്ത ക്വസ്റ്റ്യൻ. നിങ്ങൾ ഷുഗർ കട്ടിലാണ് ഗൈസ്. അത് പറഞ്ഞല്ലോ. വീണ്ടും വീണ്ടും പറയുന്ന ഒരു സുഖം എന്തിന്? മഞ്ഞു പെയ്യും ഡിസംബർ മാസം പുൽക്കൂട്ടിൽ ചിരിച്ചു നമ്മുടെ ഉണ്ണീശു. ഇതാണ് നമ്മുടെ ചിക്കൻ ബിരിയാണി. റെഡി ആയിട്ടുണ്ട്. എന്നിട്ട് ടേസ്റ്റ് ചെയ്തിട്ട് എങ്ങനെയുണ്ട് പറയൂ. ഭയങ്കര എന്തായാലും പറയാ, ഭയങ്കര ഒത്തന്റിക് ടേസ്റ്റ് ആണ്. ഓക്കെ, നിങ്ങൾ കഴിക്കണേ. ബൈ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുന്നെങ്കിൽ പ്ലീസ് ലൈക്ക്